പിയേഴ്സ് സോപ്പിന്റെ കഥ തുടങ്ങുന്നത് 1789-ലാണ്. അക്കാലത്ത് ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ ഒരു ബാർബറായി ജോലി ചെയ്തിരുന്ന ആൻഡ്രൂ പിയേഴ്സ് എന്ന വ്യക്തിയാണ് ഈ വിപ്ലവകരമായ ഉൽപ്പന്നത്തിന് രൂപം നൽകിയത്. അന്ന് ലഭ്യമായിരുന്ന മിക്ക സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും, പ്രത്യേകിച്ച് ചർമ്മത്തിൽ ഉപയോഗിക്കുന്ന സോപ്പുകളിൽ ലെഡ് പോലുള്ള കടുപ്പമേറിയ രാസവസ്തുക്കൾ അടങ്ങിയിരുന്നു. ഇവ ചർമ്മത്തിന് ദോഷകരമായിരുന്നു. അക്കാലത്തെ സമ്പന്നർ പോലും ശുദ്ധവും സൗമ്യവുമായ ഒരു ഉൽപ്പന്നത്തിനായി കൊതിച്ചിരുന്നു. ആൻഡ്രൂ പിയേഴ്സ് ഒരു സാധാരണ സോപ്പിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതിദത്ത എണ്ണകളും ഗ്ലിസറിനും സംയോജിപ്പിച്ച് ഒരു മൃദുലമായ സോപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇത് ചർമ്മത്തിലെ അഴുക്കിനെ നീക്കം ചെയ്യുകയും അതേസമയം ചർമ്മത്തെ വരണ്ടതാക്കാതിരിക്കുകയും ചെയ്യണമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ പരീക്ഷണങ്ങളുടെ ഫലമാണ് ലോകത്തിലെ ആദ്യത്തെ ട്രാൻസ്പെറന്റ് ആയ സോപ്പ്. ഈ സോപ്പ് ട്രാൻസ്പെറന്റ് സോപ്പ് എന്ന പേരിൽ വളരെ വേഗത്തിൽ ശ്രദ്ധ നേടി. പിയേഴ്സ് സോപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സുതാര്യതയായിരുന്നു. ഇത് നേടിയെടുക്കാൻ ഒരു പ്രത്യേക നിർമ്മാണ പ്രക്രിയ ആവശ്യമായിരുന്നു. മറ്റ് സോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി പിയേഴ്സ് സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ഗ്ലിസറിൻ നീക്കം ചെയ്യാതെ നിലനിർത്തി. കൂടാതെ മറ്റ് മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യുകയും ചെയ്തു. സോപ്പിന് ഈ തിളക്കവും സുതാര്യതയും ലഭിക്കുന്നതിനായി അതിനെ ആഴ്ചകളോളം ഉണക്കാൻ വെച്ചിരുന്നു. ഈ സോപ്പുകൾ പൂർണ്ണമായി ഉണങ്ങി ആവശ്യമായ ഗുണമേന്മയിലെത്താൻ ഏകദേശം 13 ആഴ്ച വരെ എടുത്തിരുന്നു. ഈ നീണ്ട ഏജിംഗ് പ്രോസസ് സോപ്പിലെ ആൽക്കഹോൾ പൂർണ്ണമായും നീക്കം ചെയ്യാനും സോപ്പിന് അതിന്റെ തനതായ സുതാര്യമായ രൂപം നൽകാനും സഹായിച്ചു. 1807-ൽ പിയേഴ്സ് സോപ്പ് ഒരു വാണിജ്യ ഉൽപ്പന്നമായി വിപണിയിൽ ഇറങ്ങി. അങ്ങനെ പിയേഴ്സ് സോപ്പ് ലോകത്തിലെ ആദ്യത്തെ രജിസ്റ്റർ ചെയ്ത ബ്രാൻഡുകളിൽ ഒന്നായി മാറി. ആൻഡ്രൂ പിയേഴ്സിന്റെ ചെറുമകനായ ഫ്രാൻസിസ് പിയേഴ്സിന്റെ മരുമകനായിരുന്നു തോമസ് ജെ ബാരറ്റ്. 1865-ൽ അദ്ദേഹം കമ്പനിയുടെ തലപ്പത്തേക്ക് വന്നതോടെയാണ് പിയേഴ്സ് സോപ്പിന്റെ ചരിത്രം ഒരു പുതിയ വഴിത്തിരിവിലെത്തുന്നത്. ബാരറ്റിനെ ലോകത്തിലെ ആദ്യത്തെ ബ്രാൻഡ് മാനേജർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടം പിയേഴ്സ് സോപ്പിനെ ഒരു ഉൽപ്പന്നം എന്നതിലുപരി ഒരു സാംസ്കാരിക ചിഹ്നമായി ഉയർത്തി. ബാരറ്റ് ചിട്ടയായതും ആസൂത്രിതവുമായ പരസ്യതന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. വില്യം ഹോൾമാൻ ഹണ്ടിന്റെ എ ബബിൾ എന്ന പ്രസിദ്ധമായ പെയിന്റിംഗ് ബാരറ്റ് വലിയ തുക നൽകി വാങ്ങുകയും അതിൽ പിയേഴ്സ് സോപ്പ് ചേർത്ത് പരസ്യത്തിനായി ഉപയോഗിക്കുകയും ചെയ്തു. ഈ പരസ്യം ലോകമെമ്പാടും പിയേഴ്സ് സോപ്പിന് വലിയ പ്രചാരം നേടിക്കൊടുത്തു. ഗുഡ് മോർണിംഗ്, ഹാവ് യു യൂസ്ഡ് പിയേഴ്സ് സോപ്പ് പോലുള്ള ലളിതവും എന്നാൽ ശക്തവുമായ പരസ്യവാചകങ്ങൾ അദ്ദേഹം പ്രചരിപ്പിച്ചു. പിയേഴ്സ് സോപ്പ് ഉപയോഗിക്കുന്നത് അഭിരുചിയുള്ളവരും സംസ്കാരമുള്ളവരുമായ ആളുകളാണെന്ന് പരസ്യങ്ങളിലൂടെ അദ്ദേഹം സ്ഥാപിച്ചെടുത്തു. അതുവഴി സാധാരണക്കാർക്കിടയിലും ഇത് ഉയർന്ന നിലവാരത്തിന്റെ പ്രതീകമായി മാറി. വിക്ടോറിയൻ കാലഘട്ടത്തിലെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയ പിയേഴ്സ് സൈക്ലോപീഡിയ പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ കമ്പനി ഇറക്കി. ഇതൊരു സാധാരണ സോപ്പ് കമ്പനിയെ അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രമായി സ്ഥാപിക്കാൻ സഹായിച്ചു. എങ്കിലും ബാരറ്റിന്റെ കാലഘട്ടത്തിലെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ ഒരു ഇരുണ്ട അധ്യായമുണ്ട്. അക്കാലത്തെ ഇമ്പീരിയലിസ്റ്റ് ഐഡിയോളജി പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പിയേഴ്സ് ഉപയോഗിച്ചു. ദി വൈറ്റ് മാൻസ് ബർഡൻ എന്ന പോലുള്ള പരസ്യങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നു. ഈ പരസ്യങ്ങൾ റേസിസം പ്രോത്സാഹിപ്പിക്കുകയും ശുദ്ധിയെയും നാഗരികതയെയും വെള്ള നിറവുമായി ബന്ധിപ്പിക്കുകയും ചെയ്തു. കറുത്ത ചർമ്മമുള്ള കുട്ടികൾ പിയേഴ്സ് സോപ്പ് ഉപയോഗിച്ച് കുളിക്കുമ്പോൾ വെളുത്തതായി മാറുന്ന ചിത്രീകരണങ്ങൾ അന്ന് ഈ ബ്രാൻഡിന്റെ പരസ്യമായി വന്നിരുന്നു. ഈ പരസ്യങ്ങൾ ഇന്ന് തീർത്തും വംശീയമായി കണക്കാക്കപ്പെടുന്നവയും പിയേഴ്സ് സോപ്പിന്റെ ചരിത്രത്തിലെ വിമർശനാത്മകമായി വിലയിരുത്തേണ്ട ഒരു ഭാഗവുമാണ്. ഈ ചരിത്രപരമായ വസ്തുതകൾ ഈ ക്ലാസിക് ബ്രാൻഡിന്റെ സങ്കീർണമായ പശ്ചാത്തലം മനസ്സിലാക്കാൻ പ്രധാനമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തോമസ് ജെ ബാരറ്റിന്റെ മരണം സംഭവിച്ചതോടെ പിയേഴ്സ് കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. 1914-ൽ ലിവർ ബ്രദേഴ്സ് പിയേഴ്സിന്റെ ഓഹരികൾ സ്വന്തമാക്കി തുടങ്ങി. 1920 ആയപ്പോഴേക്കും കമ്പനി പൂർണ്ണമായും യൂണിലിവറിന്റെ ഉടമസ്ഥതയിലായി. ഏറ്റെടുക്കലിന് ശേഷം പിയേഴ്സ് സോപ്പിന്റെ നിർമ്മാണ യൂണിറ്റുകൾ ലണ്ടനിലെ ഇസൽവേർത്തിൽ നിന്ന് ഇംഗ്ലണ്ടിലെ പോർട്ട് സൺലൈറ്റിലേക്ക് മാറ്റപ്പെട്ടു. അടുത്ത നിരവധി ദശാബ്ദങ്ങളോളം പിയേഴ്സ് സോപ്പ് ഒരു ക്ലാസിക് ഉൽപ്പന്നമായി വിപണിയിൽ നിലനിന്നു. അതിന്റെ അടിസ്ഥാനപരമായ ഘടകങ്ങളായ ഗ്ലിസറിൻ, സുതാര്യത, മൃദുലമായ സുഗന്ധം മിക്കവാറും മാറ്റമില്ലാതെ തുടർന്നു. ഈ കാലയളവിലാണ് തലമുറകളായി പിയേഴ്സ് സോപ്പിന് ഒരു വിശ്വസ്ത ഉപഭോക്തൃ അടിത്തറ രൂപപ്പെട്ടത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിൽ പിയേഴ്സ് സോപ്പ് ഇപ്പോഴും ഗുണമേന്മയുടെയും വിശ്വാസ്യതയുടെയും പ്രതീകമായി നിലകൊണ്ടു. പിയേഴ്സ് സോപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ആരംഭിക്കുന്നത് 2009-ലാണ്. യൂണിലിവറിന്റെ ഇന്ത്യൻ വിഭാഗമായ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിനും നിർമ്മാണ പ്രക്രിയ ലളിതമാക്കുന്നതിനും വേണ്ടി സോപ്പിന്റെ പരമ്പരാഗത ഫോർമുലയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തി. പരമ്പരാഗതമായി പിയേഴ്സ് സോപ്പ് വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. റോസ്മേരിയുടെ സത്ത്, നാച്ചുറൽ റോസിൻ പോലുള്ള ശുദ്ധമായ ഘടകങ്ങളാണ് ഇതിൽ അടങ്ങിയിരുന്നത്. എന്നാൽ 2009-ലെ പുതിയ ഫോർമുലയിൽ ഈ ചേരുവകൾ നീക്കം ചെയ്യപ്പെടുകയോ അളവ് കുറയ്ക്കുകയോ ചെയ്തു. പകരം 24-ലധികം വരുന്ന പുതിയ രാസവസ്തുക്കൾ ചേർത്തു. സോഡിയം ലോറിൽ സൾഫേറ്റ് സാധാരണയായി കടുപ്പമേറിയ ക്ലീനിംഗ് ഉൽപ്പന്നങ്ങളിൽ കാണുന്ന ഈ ചേരുവ സോപ്പിന്റെ മൃദുലതയെ ബാധിച്ചു. പോളി എത്തിലിൻ ഗ്ലൈക്കോൾ ഒരു കെമിക്കൽ ഡിസ്പേഴ്സന്റായി ഉപയോഗിക്കുന്ന ഇത് സോപ്പിന്റെ തനതായ ഘടനയെ മാറ്റിമറിച്ചു.
അതുപോലെ ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടൊലുവിൻ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ടെട്രാസോഡിയം EDTA, എറ്റിഡ്രോണിക് ആസിഡ് എന്നിവയൊക്കെ സ്റ്റെബിലൈസിംഗ് കെമിക്കൽസ് ആണ്. ഈ ഫോർമുല മാറ്റം ഉപഭോക്താക്കൾക്കിടയിൽ ഒരു മഹാദുരന്തമായിട്ടാണ് കണക്കാക്കപ്പെട്ടത്. പ്രധാനമായും 3 കാരണങ്ങളാലാണ് ആളുകൾ പ്രതിഷേധിച്ചത്. സുഗന്ധത്തിലുള്ള മാറ്റം. പിയേഴ്സ് സോപ്പിന്റെ തനതായ മൃദുവും സ്പൈസിയുമായ സുഗന്ധം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. പുതിയ സോപ്പിന് പലരും അസുഖകരമായ കൃത്രിമമായ ഗന്ധമാണുള്ളതെന്ന് പരാതിപ്പെട്ടു. പുതിയ സോപ്പിന് പഴയ സോപ്പിന്റെ അത്ര സുതാര്യതയും സർഫസിൽ ഉണ്ടാവാറുണ്ടായിരുന്ന തനതായ കോൺകേവ് ഷേപ്പും നഷ്ടപ്പെട്ടു. കൂടാതെ അത് വേഗത്തിൽ അലിഞ്ഞു തീരുന്നതായും ആളുകൾക്ക് തോന്നി. ഏറ്റവും പ്രധാനമായി പുതിയ പാക്കറ്റുകളിൽ നിന്ന് ഹൈപ്പോ അലർജനിക് എന്നും നോൺ കൊമഡോജനിക് എന്നുമുള്ള പ്രധാന അവകാശവാദങ്ങൾ നീക്കം ചെയ്തു. ഇത് സെൻസിറ്റീവ് ചർമ്മക്കാർക്ക് പിയേഴ്സ് സോപ്പിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി. സോഷ്യൽ മീഡിയയുടെ ശക്തി ആദ്യമായി ലോകം കണ്ട ഒരു സന്ദർഭം കൂടിയായിരുന്നു ഇത്. ഉപഭോക്താക്കൾ ഫേസ്ബുക്കിൽ ബ്രിങ് ബാക്ക് ദി ഒറിജിനൽ പിയേഴ്സ് സോപ്പ് എന്ന പേരിൽ ഒരു വലിയ ക്യാമ്പയിൻ ആരംഭിച്ചു. ഇതൊരു ന്യൂകോക്ക് ദുരന്തമായി വിലയിരുത്തപ്പെട്ടു. അതായത് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു ക്ലാസിക് ഉൽപ്പന്നം മാറ്റിയപ്പോൾ ഉപഭോക്താക്കൾ നടത്തിയ ശക്തമായ പ്രതിഷേധം. ഉപഭോക്താക്കളുടെ ശക്തമായ പ്രതികരണം യൂണിലിവറിനെ ഞെട്ടിച്ചു. ചരിത്രപരമായ ഒരു ബ്രാൻഡിനോടുള്ള ഉപഭോക്താക്കളുടെ വികാരപരമായ അടുപ്പം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് യൂണിലിവർ അധികൃതർ അവരുടെ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ നിർബന്ധിതരായി. 2010 തുടക്കത്തിൽ ഉപഭോക്താക്കളുടെ പരാതികൾ കണക്കിലെടുത്ത് പഴയ സോപ്പിനോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന ഒരു ഫോർമുല പുറത്തിറക്കുമെന്ന് ഹിന്ദുസ്ഥാൻ യൂണിലിവർ പ്രഖ്യാപിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ കമ്പനി ഉൽപ്പന്നത്തെ പരിഷ്കരിക്കുന്നത് തുടർന്നു. 2016 യൂറോപ്പിലും മറ്റ് പ്രധാന വിപണികളിലും പിയേഴ്സ് സോപ്പ് റീലോഞ്ച് ചെയ്തു. ഈ പുതിയ പതിപ്പ് 2009 പൂർണ്ണമായ മാറ്റമല്ലായിരുന്നു, മറിച്ച് ഉപഭോക്താക്കൾ ഇഷ്ടപ്പെട്ട സുഗന്ധവും മൃദുലതയും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു. ഇന്നത്തെ പിയേഴ്സ് സോപ്പ് അതിന്റെ വെബ്സൈറ്റുകളിലും പാക്കേജിംഗിലും 98% പ്യുവർ പ്ലാന്റ് ബേസ്ഡ് ഗ്ലിസറിൻ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് അവകാശപ്പെടുന്നു. ഇത് അതിന്റെ സുതാര്യതയും മൃദുത്വവും നിലനിർത്തുന്നു. എങ്കിലും ഇപ്പോഴും ഉപയോഗിക്കുന്ന ചില സ്റ്റേബിൾ കെമിക്കൽസ് കാരണം ഇത് 1807 അല്ലെങ്കിൽ 2009 മുൻപുള്ള യഥാർത്ഥ ഫോർമുലയുടെ കൃത്യമായ പകർപ്പല്ല. ഇത് ഒരു പുനരാവിഷ്കരിച്ച ക്ലാസിക് ആണ്. മാർക്കറ്റിംഗിൽ പിയേഴ്സ് അതിന്റെ 200 വർഷത്തെ പാരമ്പര്യത്തിലും ശുദ്ധവും മൃദുലവുമായ ക്ലീനിംഗ് ഗണത്തിലും ഇപ്പോഴും ഊന്നൽ നൽകുന്നു. ഇന്ത്യ പോലുള്ള വിപണികളിൽ ഇത് ഇപ്പോഴും ഏറ്റവും വിശ്വസ്തമായ സൗന്ദര്യ സോപ്പുകളിൽ ഒന്നായി വലിയ പ്രചാരത്തോടെ നിലനിൽക്കുന്നു. പിയേഴ്സ് സോപ്പ് ഒരു ഉൽപ്പന്നം മാത്രമല്ല, ബ്രാൻഡ് റോയൽറ്റിയുടെയും പാരമ്പര്യത്തിന്റെയും കഥയാണ്. ഒരു മൾട്ടിനാഷണൽ കമ്പനി കാര്യക്ഷമതയ്ക്കും ലാഭത്തിനും വേണ്ടി അതിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയപ്പോൾ ഉപഭോക്താക്കളുടെ ശക്തമായ ശബ്ദം ആ ബ്രാൻഡിനെ അതിന്റെ വേരുകളിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിച്ചു. ഇന്ന് നാം കാണുന്ന പിയേഴ്സ് സോപ്പ് കഴിഞ്ഞ കാലത്തെ മഹത്വം നിലനിർത്താൻ പാടുപെടുന്നതും എന്നാൽ ആധുനിക നിർമ്മാണ രീതികളുമായി പൊരുത്തപ്പെട്ടതുമായ ഒരു പുതിയ പതിപ്പാണ്. ഒരു ക്ലാസിക്കിന്റെ യഥാർത്ഥ ഘടനയെ മാറ്റിമറിച്ചെങ്കിലും അതിന്റെ പ്രധാന സ്വഭാവങ്ങളായ സുതാര്യതയും മൃദുവായ സുഗന്ധവും നിലനിർത്താൻ കമ്പനിക്ക് സാധിച്ചു. അങ്ങനെ ഉപഭോക്താക്കളുടെ സമ്മർദ്ദം കാരണം ഒരു ക്ലാസിക് ഉൽപ്പന്നം അതിന്റെ നഷ്ടപ്പെട്ട ഐഡന്റിറ്റി വീണ്ടെടുക്കാൻ നടത്തിയ ശ്രമത്തിന്റെ വിജയകരമായ ഒരു ഉദാഹരണമായി പിയേഴ്സ് സോപ്പിന്റെ പുനരാവിഷ്കാരം ചരിത്രത്തിൽ രേഖപ്പെടുത്തി. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.